ഹൈറിച്ചിന്റെ സ്വത്ത് മരവിപ്പിക്കാൻ വീണ്ടും സർക്കാർ ഉത്തരവ്. രജിസ്ട്രേഷൻ വകുപ്പ് ഐജിക്ക് ആഭ്യന്തര വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിവിധ ബാങ്കുകൾക്കും നിർദ്ദേശം. വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, എന്തെല്ലാം നടപടികളാണ് ഉണ്ടാകുന്നത്? രേഷ്മ, ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്ത് കണ്ടുകെട്ടിയത് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഇന്നലെയായിരുന്നു ഹൈക്കോടതി റദ്ദാക്കിയത്. അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞെന്ന ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. പക്ഷെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ജപ്തി നടപടികൾ വീണ്ടും നടത്താൻ ഈ ഉത്തരവ് തടസ്സമാകില്ല എന്നുള്ള കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇന്നലെ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വത്ത് മരവിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് രജിസ്ട്രേഷൻ വകുപ്പ് ഐജിക്ക് നൽകിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിവിധ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഹൈറിച്ച് ഉടമകളുടെ വാഹനങ്ങൾ കണ്ടുകെട്ടാൻ ഗതാഗത കമ്മീഷണർക്കും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് ഇതിനുള്ള വിശദീകരണമാണ് ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് കരുതുന്നത്. നേരത്തെ നിക്ഷേപ തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവിട്ടിരുന്നു. വിവിധതരം സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20-ലേറെ കേസുകളാണ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ ഹൈറിച്ച് ഉടമകൾക്കെതിരെയുള്ളത്. 750 കോടിയോളം രൂപ ഇവർ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സമാഹരിച്ച് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ പേരിൽ 1641 കോടി രൂപ കമ്പനി പിരിച്ചതായാണ് കണ്ടെത്തിയത്. 5 ലക്ഷം രൂപ വീതം 200-ലേറെ പേരിൽ നിന്നും പണം പിരിച്ചു. ബെഡ്സ് നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിലുള്ള ആസ്തി കണ്ടുകെട്ടാൻ നടപടി തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു കേസ് സിബിഐക്ക് വിട്ടത്. ഓൺലൈൻ വഴി പലചരക്ക് കച്ചവടം തുടങ്ങിയ സ്ഥാപനം പിന്നീട് ഓൺലൈൻ മണി ചെയിൻ ആയി ആരംഭിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങുന്നതും പിന്നീട് കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നതും. രേഷ്മ, ശരി.